ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്, എടവനക്കാട്. അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് വന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും പിന്നെ പരിപ്പ് കറിയായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലായതുകൊണ്ട് പിന്നെ സുഖമാണല്ലോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വെറുതെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് ഗൈസ്. നല്ല വെയിലുണ്ട്, പക്ഷേ കുടയൊക്കെ പിടിക്കാനുള്ള മടി കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ഞാൻ ആരെയും കൂട്ടുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് വരെയൊക്കെ നോക്കിയെടുക്കാൻ പറ്റില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടിയാൽ നമ്മളെടുക്കണ നേരത്ത് അവർക്ക് ചിലപ്പോൾ ക്ഷമ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് പോയി എടുക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പിള്ളേരെ എൻ്റെ അമ്മയുടെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഓണത്തിനുള്ള ഡ്രസ്സ് കുറച്ച് പേർക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിലാണ് പോകുന്നത് കേട്ടോ, ടാലിസ്മാനിൽ. അപ്പോൾ നമുക്കിനി ഡ്രസ്സൊക്കെ എടുത്തിട്ട് കാണാം. ഞാനിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ടാലിസ്മാൻ കടയിലാണ് കേട്ടോ, നമ്മുടെ എടവനക്കാട് പഴങ്ങാടുള്ള ടാലിസ്മാനിൽ. അവിടെ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് താഴത്തെ റേഞ്ച് മുതൽ മുകളിലെ റേഞ്ച് വരെയുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. ഞാനപ്പോൾ ഒരു 10,000 വർത്ത് പർച്ചേസ് കഴിഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനൊരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിലോട്ട് വന്നപ്പോൾ. അങ്ങനെ വീട്ടിൽ മീൻകറി, മീൻ വറുത്തതും പിന്നെ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതെടുത്തില്ല. അങ്ങനെ ഞാൻ തോരനും പിന്നെ മീൻ വറുത്തതും കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ഡ്രസ്സ് മാറാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പുറത്ത് പോകാനുണ്ട്. അങ്ങനെ ഞാൻ ടാലിസ്മാനിൽ കയറുന്നത് കൂടാണ്ട് ഞാൻ സുവർണയിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലറ ചില്ലറ പർച്ചേസിന് വേണ്ടിയിട്ട്, കമ്മലും വളയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്താ, ഞാൻ കുറച്ച് നേരം പിന്നെ ഇങ്ങനെ വെറുതെ ഒന്ന് കിടന്നാണ്. അപ്പോൾ വാവ രാവിലത്തേക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം കളിച്ചു. അപ്പോൾ രാമൻകുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വരാണ് കേട്ടോ. പിന്നെ ഇവന്മാർക്ക് എപ്പോഴും നമ്മൾ ബനിയൻ ഇട്ട് കൊടുക്കും, പക്ഷേ ഭയങ്കര ചൂട് വരുന്ന സമയത്ത് അവർക്ക് ബനിയൻ ഊരാൻ അറിയാവുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ ഊരും, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ ഇടും. അവർ പുറത്ത് പോകുന്ന സമയമ്പോൾ അവർ തന്നെ പോയി എടുത്തിട്ടോളൂ കേട്ടോ. അങ്ങനെയാണേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കളിക്കണുണ്ട്. അപ്പോൾ രാമൻകുട്ടനും എൻ്റെ മേത്തൊക്കെ കയറി മറിയും കളിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം പിള്ളേരായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. അത് ഡ്രസ്സ് മാറി വീണ്ടും ഇട്ട് അങ്ങനെ മടി ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഡ്രസ്സിൽ തന്നെ നിന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഐബ്രോസ് ആണ് കേട്ടോ. എൻ്റെ ഐബ്രോസ് ഭയങ്കര പരന്ന ഐബ്രോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പിരികുണ്ടെന്ന് ശരിക്കും തോന്നില്ല. പക്ഷേ ത്രെഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ പോകുന്നത് നമ്മൾ സ്ഥിരം വരാറുള്ള നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്നത് ഈ ത്രെഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ത്രെഡൊക്കെ കഴിഞ്ഞ് വീണ്ടും വീട്ടിലോട്ട് പോയി. അങ്ങനെ ഞാൻ നടന്നത് ത്രെഡൊക്കെ ചെയ്തപ്പോൾ എനിക്കെന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അമ്മ അടപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മക്ക് കുറേ ദിവസമായി പായസം കുടിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ. അന്ന് എൻ്റെ ഫേവറേറ്റാണ് അടപ്പായസം. നിങ്ങളുടെ ഏതാണ് ഫേവറേറ്റ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ അടപ്പായസമൊക്കെ കുടിക്കാനിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പുല്ലൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്തത്തിൻ്റെ തലേന്നാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം, അതായത് നമുക്ക് തിങ്കളാഴ്ച 1-ാം തീയതിയാണ്. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അമ്മ പുല്ലൊക്കെ പറിക്കണ നോക്കിയിരുന്നുകൊണ്ട് ഞാൻ പായസം കുടിക്കുകയാണ്. പിള്ളേർ 2 പേരും കൂടി എൻ്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് 2 പിള്ളേരുണ്ട്, ഫൈസി പിന്നെ ഫൈസ പിന്നെ ജോക്കുട്ടൻ. അങ്ങനെ 3 പേരുണ്ട്, 2 അല്ല 3. അപ്പോൾ അവരായിട്ട് കളിക്കാൻ പോകും വൈകുന്നേരം ആകുമ്പോഴേക്കും. രാമൻകുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓടിയും ചാടിയൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ സുവർണ്ണയ്ക്ക് എറിയെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ക്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അതായത് ഇവന്മാർ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വണ്ടിക്ക് ഇവരെയും കൊണ്ടാണ് വന്നത്. പിന്നെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമായപ്പോൾ ക്ലേ ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഞാനൊരു മരവും അതിൽ ഇലകളും പിന്നെ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അജുക്കുട്ടൻ ഭയങ്കര കരച്ചിലായി, അവന് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഉറക്കി സെറ്റാക്കി കൊച്ചിനെയും ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി വന്നപ്പോഴേക്കും രാമന്തി അത് ഉണ്ട പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കഴിവ് എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രാമൻകുട്ടനെയും കൂടി ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യാൻ കേട്ടോ തലയിൽ. ഞാൻ കൂടുതൽ ഈ എണ്ണ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഗ്രേ ഹെയർസ് ഉണ്ട് എൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് മുടി കൊഴിയുന്നത് പെട്ടെന്നൊന്ന് കുറവ് പോലെ തോന്നാറുണ്ട്. അതേപോലെ താരനും ചെറിയ കുറവൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ
ഹെന്ന നമുക്ക് മുടി നല്ല വോളിയമായിട്ട് ഉള്ളതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഓവറോൾ ഹെന്ന നല്ലതാണ്. പിന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താ പറയുക ഗൂഗിളിലൊക്കെ നോക്കിയാലായിട്ടൊക്കെ കിട്ടും. ഞാൻ ഒരുപാട് നാളായിട്ട് ഹെന്ന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹെന്ന പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ തന്നെ ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വേണ്ടവർ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് ഹെന്ന പ്രിപ്പയർ ചെയ്യണമെന്ന്. ഞാൻ ശരിക്കും ബ്രഷ് വെച്ചാണ് ഇടാറ്, പക്ഷേ എൻ്റെ ബ്രഷ് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രഷ് വെച്ച് ഇടുന്നതിലും പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് വെച്ചിട്ടപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ കൈ കഴുകി വെറുതെ വന്നിരുന്നാൽ മതി. വീട്ടിലായതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ അപ്പോൾ റെഡിയാണ്, അമ്മയുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇത് ചൂട് ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, നമ്മുടെ രാവിലത്തെ പരിപ്പ് കറിയുടെ ബാക്കി. പിന്നെ നമുക്ക് മീൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാനും അമ്മയും കൂടി കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയില്ല, എന്നാലും ഞങ്ങളെപ്പോഴും വല്ലപ്പോഴല്ലേ വീട്ടിൽ ചെല്ലുകയും ഇത്രയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ വിശേഷങ്ങളും പണ്ടത്തെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഏകദേശം 12 മണി ആകുന്നുണ്ടായിരുന്നു. അതായത് ഹെന്ന പിടിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ തലയിലിടും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8-9 മണിക്കാണ് ഞാനത് ഇട്ടത്. 11:30 മണിയായി, 11:45. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഉറങ്ങാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഉറക്കം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് അത്തമാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ അത്തപ്പൂക്കളൊന്നും ഇട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മമ്മ മരിച്ചിട്ട്, അതായത് എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിട്ട് 1 ഇയർ ആകുന്നുള്ളൂ. ഓണം കഴിഞ്ഞിട്ടാണ് അമ്മയുടെ ആണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെ നമ്മൾ ആഘോഷിക്കില്ല, 1 വർഷം ആകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ അത്തപ്പൂക്കളൊന്നും ഇട്ടില്ല കേട്ടോ. അതായത് സാധാരണ നമ്മൾ പൂത്തറ തലേന്ന് തന്നെ നമ്മൾ സെറ്റാക്കിയൊക്കെ വെക്കും. അതുകൊണ്ടാണ് തലേന്നത്തെ, അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന വീഡിയോയിൽ നമ്മൾ പൂത്തറയൊന്നും ഒരുക്കുന്നത് കാണാതിരുന്നത് കേട്ടോ. പിന്നെ തിങ്കളാഴ്ച നമുക്ക് 1-ാം തീയതി കൂടിയാണ്. അപ്പോൾ അമ്മ രാവിലെ എന്നെ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കയറിയിട്ടുണ്ട്. ജനലൊക്കെ തുടക്കാനും വീട് തുടക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുള്ളതുകൊണ്ട് പിന്നെ വീട് കോളമായിട്ടേ ഇരിക്കുള്ളൂ. ഒരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കി വരുമ്പോൾ ഒരു ഭാഗത്ത് നമ്മളത് മോശമാക്കി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ പിള്ളേരുള്ളതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ പതിവ് പോലെ അലമാരി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രസ്സുകൾ മാറ്റാനുണ്ട്, കുറച്ച് ഡ്രസ്സുകളൊക്കെ കീപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ മതി. ഇതെനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ. അപ്പോൾ ഇത് എനിക്ക് 2 നാത്തുമാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് എൻ്റെ മൂത്ത നാത്തുവിൻ്റെ മൂത്ത മോള്, അതായത് ഒരു മോളും മോനും ആണുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ടി എടുത്തതാണ് മുത്തിനെ. ഇത് ചക്കരയ്ക്ക് വേണ്ടി എടുത്താണ്. മൂത്ത നാത്തുവിൻ്റെ 2ാമത്തെ മോന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ചക്കരയ്ക്ക് വേണ്ടിയുള്ള ഷർട്ടും പാൻറ്റും. പിന്നെ ഇത് 2ാമത്തെ നാത്തുവിൻ്റെ ഇളയ വാവയ്ക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. സായിവക്കുട്ടി എന്നാണ് പേര്, സായിവ എന്ന പേര്, സായിവക്കുട്ടി. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു പിങ്ക് നല്ല അടിപൊളി ഷെയ്ഡായിട്ടുള്ള ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എടുത്തതാണ് ഞാനത്. പിന്നെ ഇതൊരു ബോട്ടിൽ ഗ്രീനും പ്ലസ് നമുക്ക് വൈറ്റ് കളറിൽ ഇന്നർ ഉള്ളിൽ വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. അതായത് 2ാമത്തെ നാത്തൂന് മൂത്ത മോൾക്ക് വേണ്ടി എടുത്താണ്. ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ എടുത്ത ഷർട്ടാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇത് ഞാൻ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട്, അതായത് ഓണത്തിന് അന്ന് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം എല്ലാവരും പുതിയ ഡ്രസ്സായിരിക്കും ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു ഷർട്ടും പിന്നെ ഇത് 3/4 പാൻസുമാണ് കേട്ടോ. പിന്നെ രാമൻകുട്ടനും അജുവിനും വേണ്ടിയിട്ട് സെയിം ഷർട്ടും മുണ്ടും എടുത്തിട്ടുണ്ട്. മുണ്ട് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് വേറെ മാറ്റി വെച്ചു. പിന്നെ ഇത് നല്ല ഓണത്തിൻ്റെ വൈബും പ്രിൻ്റൊക്കെ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ രാമൻകുട്ടന് ഓണം സെലിബ്രേഷൻ ഇട്ടുകൊണ്ട് പോകാനും പിന്നെ അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുഞ്ഞുവാവിടെ ആദ്യത്തെ ഓണമല്ലേ, ഞാൻ അവൾക്ക് വേണ്ടി ഒട്ടും കുറച്ചില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. 2 സിമ്പിൾ ഫ്രോക്കും പിന്നെ ഇത് അമ്പലത്തിൽ പോകുമ്പോഴേക്ക് ഇടാൻ. കാരണം അവർക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അമ്പലത്തിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്. പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഈ ഒരു 4 ഷെയ്ഡ് ഡ്രസ്സ് ഇട്ട്, അതിൽ ഈ ഒരു ലാവൻഡർ കളർ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി. പിന്നെ ആ ഒരു വൈറ്റിൽ ബ്ലൂ പൂക്കൾ വരുന്നത്. പിന്നെ അജുനും രാമനും ഞാൻ ഷർട്ടുകൾ ഒരു ടീഷർട്ട് 4 എടുത്തുള്ളൂ. പാൻസോ നിക്കറോ എടുത്തില്ല, കാരണം അത് ആവശ്യത്തിൽ കൂടുതലുണ്ട് നല്ലതായിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു 4 ടീഷർട്ട് നല്ലതും പിന്നെ ഈ ഒരു ബ്ലൂവിൽ വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ഡ്രസ്സും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഡ്രസ്സും വീട്ടിലിടാൻ വേണ്ടിയിട്ടും ഈ മൾട്ടി കളർ 2 വരുന്നത് രാമൻകുട്ടിന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു കൈൻഡ് ഡ്രസ്സ് എനിക്ക് എന്താ പറയുക,
രാമൻകുട്ടൻ്റെ സ്കൂൾ ഓണ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ പാരൻസ് ചെല്ലണം. അപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ഞാൻ എടുത്തൊരു ഓറഞ്ച് ഷെയ്ഡ്, അത് ബേജ് ഓറഞ്ചാണ്. ഞാൻ കുറേ നാളെ ഈ ഒരു ഷെയ്ഡ് ഡ്രസ്സ് എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. പക്ഷേ ഇതിൻ്റെ പാൻസ് നമുക്ക് കിട്ടിയില്ല, കാരണം എൻ്റെ അളവിനത് എക്സൽ സൈസ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. പിന്നെ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം കളറിലെ ഷോളും പ്ലസ് ബോട്ടവും എടുത്തിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ ബോട്ടം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചു പർച്ചേസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കയറിയെന്ന് പറഞ്ഞില്ലേ, സുവർണയെ കയറിയിട്ട് ഞാൻ ഈ ഒരു 3 ഷെയ്ഡ് റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ആണ് കേട്ടോ വാങ്ങിച്ചത്. റെഡ്, പിന്നെ ഗോൾഡൻ ആൻഡ് പിങ്ക്. അത് കൂടാതെ പിന്നെ നമ്മളൊരു ഐലൈനറും കാജൽ സ്റ്റിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ബുഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടെമ്പിൾ ജ്വല്ലറി വരുന്ന ഒരു ജ്വല്ലറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 120 റുപ്പീസാണ് കേട്ടോ ഈ ഒരു കമ്മലിൻ്റെ വില. പിന്നെ സുവർണയിൽ നിന്ന് വാവയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു 2 കരിവള സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി വള വാവയുടെ കയ്യിൽ കിടക്കാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ 1-ാം തീയതിയാണ് ചിത്തിര നമ്മുടെ വാവയ്ക്ക് ജനകിന് നമ്മൾ ചോറ് കൊടുക്കാം കേട്ടോ അയോധ്യപുരം ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.